വെൽക്കം ബാക്ക് ടു മിനുവേറ്റ്. അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ പെൻഡിങ് ആയിട്ട് വെച്ചൊരു കാര്യമാണ്, മലേഷ്യയിൽ എങ്ങനെ പോവാന്നല്ലേ പറഞ്ഞത്. അവിടെ ചെന്നിട്ട് ഞാൻ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ മേടിച്ചു എന്നുള്ളൊരു കംപ്ലീറ്റ് വ്ലോഗ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടേ. സോ അതാണ് ഈ വ്ലോഗിൽ എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെ, നമുക്ക് സെറ്റ് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. വ്ലോഗ് ഉണ്ടാക്കണ ഒരവസ്ഥ. ഞാൻ എവിടെ പറഞ്ഞു തുടങ്ങും? ഐ മീൻ കുറേ ഉണ്ട് പറയാൻ. എനിവേസ് നമുക്ക് ഇവിടുന്ന് കേരളോട്ട് പറഞ്ഞു തുടങ്ങാം. സോ ബേസിക്കലി ഒരു 12 മണി രാത്രി മിഡ് നൈറ്റ് ഫ്ലൈറ്റ് ആണ് എടുത്തത്. അതായത് രാത്രി മൊത്തം പ്ലെയിനിൽ കിടന്നുറങ്ങാന്നുള്ളൊരു ഇതില്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. ഐ മീൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ലൈക്ക് യു തിങ്ക്. നമുക്ക് ഉറക്കം വരില്ല. ഉറക്കം വന്ന ആൾക്കാരാണെങ്കിൽ നല്ല പരിപാടിയാണ്. കാരണം നൈറ്റ് മൊത്തം ഉറങ്ങി നമുക്ക് ഫ്രഷ് ആയിട്ട് രാവിലെ അവിടെ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്താന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ ഉറക്കം വരാത്തവരെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തീരെ ഉറക്കം വന്നില്ല ഗൈസ്. നല്ല രീതിക്ക് നമുക്ക് ഒന്നും ചെയ്യാനില്ല. അത് കണ്ണിങ്ങനെ തുറന്നിരിക്കുക. സോ കൃത്യം 4.5 മണിക്കൂർ ഫ്ലൈറ്റ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്, കൊച്ചി ടു കോലാലംപൂർ. സോ ഞാനവിടെ എത്തിക്കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ എനിക്ക് ഉറക്കം കിട്ടിയ ടെൻഷനൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നെ അസുഖം വേറെ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കാര്യമായിട്ട് എനിക്ക് ഉറക്കൊന്നും വന്നില്ല കേട്ടാ. എന്തോ ആദ്യമായിട്ടൊരു പുതിയ സ്ഥലത്ത് എത്തേണ്ട ഒരു എക്സൈറ്റ്മെന്റും എനിക്കത്ര ഉറക്കക്ഷീണമൊന്നും വന്നില്ല. പക്ഷെ നല്ല വിശക്കണ്ടേ. വിശപ്പിന് പിന്നെ നമുക്ക് ഫുഡ് തന്നെ പറ്റും. അങ്ങനെ ഞാൻ നേരെ ABC എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോലാലംപൂർ എയർപോർട്ടിൽ തന്നെയുള്ള ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ റോബോട്ടാണ് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നേരാം. അപ്പൊ തന്നെ എനിക്ക് ആ ഒരു മലേഷ്യയുടെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഇഷ്ടമായി തുടങ്ങിയായിരുന്നു. പിന്നെ വൺ ഓഫ് ദി ബിസിയസ്റ്റ് എയർപോർട്ടാണ് ഇത്, കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. സോ അത്യാവശ്യം ആ ഒരു ആൾക്കാരും ബഹളമൊക്കെ നമുക്കൊരു പുതിയ രാജ്യത്ത് എന്ന ഒരു ഫീലൊക്കെ എനിക്ക് കിട്ടി തുടങ്ങി. സോ ആ എക്സൈറ്റ്മെന്റിൽ ഞാൻ ആകെ മൊത്തത്തിലൊരു ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിച്ചു. ആദ്യം തന്നെ ആ ഒരു ഓംലെറ്റ് പോലത്തെ ഒരു സംഭവമായിരിക്കും കരുതി ഒരു സാധനം ഓർഡർ ചെയ്തു. കൂടെ ഉള്ളവർക്ക് റിസ്ക് എടുക്കേണ്ടാവുന്ന ഇന്ത്യൻ ഫുഡാണ് ട്രൈ ചെയ്തത്. പക്ഷെ എനിക്ക് നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥലത്ത് എത്തിയില്ലേ, അപ്പൊ നമുക്ക് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഫീലില് ഞാൻ അവിടുത്തെ ഒരു ഫുഡ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എനിക്കത് ആകെ ഒരു പറഞ്ഞ പോലെ വലിയ വയറെന്ന് പറയാൻ മാത്രം ആയില്ല. എനിക്കവിടെ നല്ലോണം ഫുഡ് വേണം, പ്രത്യേകിച്ച് രാവിലെ. അങ്ങനെ ഞാൻ സെക്കൻഡ് ഒരു ചിക്കൻ സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവം, അത് അവിടുത്തെ പേരിലൊരു വേറൊരു പേര് തന്നെയാണ്, അത് ഓർഡർ ചെയ്തു. പക്ഷെ അത് ഹാഫ് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ആയി. അവിടെ വെച്ചാൽ ആദ്യമായിട്ട് മലേഷ്യൻ ഡോളർ പോട്ടെ മലേഷ്യൻ റിങ്കിറ്റ് സ്പെൻഡ് ചെയ്ത കേട്ടോ. അപ്പൊ ഒരു ഹാപ്പിനെസ് ഒക്കെ ആയിരുന്നു. അതിന് മുന്നേ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് സ്റ്റാമ്പ് അടിക്കില്ലേ, അതായിരുന്നു ഫസ്റ്റ് എനിക്ക് ഹാപ്പി ഫീൽ ആയിട്ട് തോന്നിയ ഒരു സംഭവം. ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് പോലെ തോന്നുന്നു. ആദ്യമായിട്ടൊരു നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വീഴാണ്. അത് വേറൊരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് ചെന്ന ആ ഒരു ഫീലൊക്കെ അതേ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിക്കായിരിക്കും ഏറ്റവും ആദ്യം കാണാറ്. മിക്കവാറും ഇവിടുത്തെ ആൾക്കാർക്ക് ഗൾഫിലാണല്ലോ ആദ്യമായിട്ട് പോകാം പുറത്തെ രാജ്യത്ത്. പക്ഷേ ലൈഫ് സർപ്രൈസസ് യു ഇൻ മെനി വേസ് ആൻഡ് ദിസ് വാസ് വൺ ഓഫ് ഇറ്റ്. അങ്ങനെ സ്റ്റാമ്പ് കയറി. ഇമിഗ്രേഷൻ അധികം പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, പെട്ടെന്ന് കഴിയും. ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞില്ലായിരുന്നോ, MDAC ഫോം കാണിക്കുക, പിന്നെ നമ്മുടെ പാസ്പോർട്ട്, അത്ര സാധനങ്ങൾ കാണിക്കാനുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് റിഫ്രഷ് ആയി ഞങ്ങൾ നേരെ പോയത് ഗൈഡിനെ കാണാനും. അവരുടെ ഒപ്പം വണ്ടിയില് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വണ്ടിയില് അപ്പുറമാണ് ഇരിക്കണം കേട്ടോ. മൊത്തത്തിൽ നമ്മൾ കൂടുതലുള്ളവരൊക്കെ പരിചയപ്പെട്ടതൊക്കെ ആ സമയത്താണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പുത്രജയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയത്. പുത്രജയ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, നമ്മുടെ ഇന്ത്യക്ക് ന്യൂഡൽഹി ഒരു ക്യാപിറ്റൽ സിറ്റി എന്ന പോലെ തന്നെ മലേഷ്യക്ക് ഒരു ക്യാപിറ്റൽ സിറ്റിയാണ് പുത്രജയ. എയർപോർട്ടിന് ഏറ്റവും അടുത്തുള്ള സ്പോട്ടും പുത്രജയാണ്. അവിടെയാണ് പ്രൈം മിനിസ്റ്ററിന്റെ മന്ദിരമൊക്കെ ഉള്ളത്. വിച്ച് ഈസ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പ്രൈം മിനിസ്റ്റർ ബിൽഡിംഗ് ഉള്ളത് ഈ മലേഷ്യൻ ഗവൺമെന്റിലാണ്. സോ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് പുത്രജയ മോസ്ക്. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് പോയത്. സോ അവിടെ എന്ന് പറയുമ്പോൾ എന്താ പറയാ, നല്ല ചൂടുള്ള സമയമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് നല്ല തണുപ്പ് തോന്നി. മൊത്തത്തിൽ എനിക്ക് ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് ചൂട് തീരെ പറ്റില്ല, ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡാവും. സോ അങ്ങനെ ഇരിക്കുക നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ അവിടുത്തെ റെഡ് റോസ് നമ്മൾ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ കാര്യം ഞാൻ ഫുൾ ഡ്രസ്സാണ് ഇട്ടാണ്, ഫുൾ കൈ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ആ റോപ്സ് കിട്ടി പോയാലേ ലൈറ്റ് ആ ഒരു രീതി കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ആ റോപ്സ് ഒക്കെ വലിച്ചു കയറ്റിയിട്ട് അപ്പൊ പരിചയപ്പെട്ട കൂട്ടുകാരൊക്കെ ആയിട്ട് വൈബടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത തന്നെ ഒരു ആളുണ്ടായിരുന്നു, അവിടുത്തെ ഹിസ്റ്ററിയും. പിന്നെ 15,000 ആൾക്കാർക്ക് ഏറ്റവും ഒറ്റയടിക്ക് ആ മസ്ജിദിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കില്ല. അത്രക്കും എക്സ്റ്റെൻസീവ് ആയിട്ടാണ് അവർ ആ മോസ്ക് ഇങ്ങനെ മസ്ജിദ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്.
അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. പിന്നെ അവിടെ ലൈബ്രറി ഒക്കെ ഉണ്ടെന്ന് കേട്ടു, പക്ഷെ അതൊന്നും കാണാനുള്ള ടൈമൊന്നുമില്ല. സോ അവിടുന്ന് രണ്ടു ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത് പള്ളിയുടെ ഉള്ള മൊത്തം കണ്ടു. ഒരു മലയൻ ഇറാനിയൻ ആർക്കിടെക്ടറാണ് മൊത്തത്തില്. ആർക്കിടെക്ചർ ഇഷ്ടപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് നോക്കാം. എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്, ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഓരോ നോക്കി. പിന്നെ പണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഞാൻ പറഞ്ഞല്ലോ റെഫർ ചെയ്ത വീഡിയോസ്, അതിലൊക്കെ ഇതിനെപ്പറ്റി പറയണോണ്ട് എനിക്ക് മൊത്തത്തിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു സ്ഥലത്ത് ചെന്നപ്പോ. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഒരു പ്രിൻസ് ഉണ്ട്, മലേഷ്യൻ പ്രിൻസിന്റെ കൊട്ടാരം. പക്ഷെ അത് വെറുതെയാണ് ഗൈസ്. നമ്മൾ ആ കൊട്ടാരത്തിലേക്ക് കയറാനോ അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റില്ല. മൊത്തം പുറത്ത് ആ ഒരു ഗേറ്റിന് അവിടെ നിന്നിട്ട് കണ്ടിട്ട് വരാം. അതെനിക്ക് അത്ര എന്താ പറയാ, ഞാൻ വേർക്കുന്നു. അതെനിക്ക് അത്ര നല്ല അടിപൊളിയായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ ആ ഒരു പ്ലാൻ എനിക്കിപ്പോ തോന്നണോ വേണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടായി. കാരണം പ്രിൻസിന്റെ കൊട്ടാരമായിട്ട് കാണാനും തന്നെ വെറുതെ ഗേറ്റ് നോക്കി വന്നിട്ട് എന്താ കാര്യം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ബാട്ട് കേവ്സ്. എനിക്ക് എന്താ പറയാ, മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ബാട്ട് കേവ്സ് കാണാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. സോ അവിടെ ചെന്ന് ഞാൻ ബാട്ട് കേവ്സ് കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായ എക്സൈറ്റ്മെന്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ 246 സ്റ്റെപ്സ് കയറിയിട്ടാണ് ബാട്ട് കേവ്സിലേക്ക് എത്താം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇപ്പം തന്നെ വീഡിയോ ഇടാം. സോ അതിങ്ങനെ കയറുമ്പോൾ ശരിക്കും നമ്മൾ അണക്കും, പക്ഷെ എനിക്ക് ഒട്ടും ടയർഡ്നെസ് ഉണ്ടായിരുന്നു. ഞാൻ ഓടി കയറായിരുന്നു ഗൈസ്. എനിക്ക് മേ ബി ഹിസ്റ്ററി എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററി നമുക്ക് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം, അത് ഞാൻ ക്ലാസ്സിൽ നിന്ന് കേട്ട് ആ ഓർമ്മയിൽ പോയി നമുക്ക് എക്സാം ചെയ്താന്നൊക്കെ എനിക്ക് തോന്നിയത്. സോ അതുകൊണ്ടായിരിക്കും എനിക്കൊരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയത്. സോ അന്ന് തൊട്ടേ ഈ സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് നേരിട്ട് കാണാതെ നമുക്ക് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. സോ അവിടെ ചെന്നപ്പോ എനിക്ക് എന്താ പറയാ, ഉള്ളിൽ കയറിയിട്ട് ഞാൻ കുറെ നേരം അതിനുള്ളിൽ സ്പെൻഡ് ചെയ്തു. ഇതും ഈ പറഞ്ഞ പോലെ പുറത്ത് ചൂടാണെങ്കിലും ആ കേവ്സിനുള്ളിലേക്ക് ആ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലെത്തുമ്പോൾ ഒരു തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ മൊത്തത്തില്. പിന്നെ അതൊരു ടെമ്പിളാണ്, പണ്ട് ഏതൊരു ആർക്കിയോളജിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. പിന്നീട് അവിടുത്തെ തന്നെ നമ്മളെ കുറെ ഇന്ത്യൻസ് അങ്ങോട്ടേക്ക് കുടിയേറിയത്, ഇന്ത്യൻ ഹിന്ദുസ്. അപ്പൊ അവര് അവിടെ നമുക്ക് ഒരു ടെമ്പിൾ പണിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എഗ്രിമെന്റിലെത്തി. അങ്ങനെ അവർ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലാണ് അത് പാർട്ട് ടു കേവ്സ് എന്നുള്ള ഒരു സംഭവം പിൻകാലത്ത് ടെമ്പിളായിട്ട് മാറ്റിയതും അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി സ്റ്റെപ്പ് പണിതതും അങ്ങനെ നവീകരിച്ചതും എല്ലാം. ശ്രദ്ധിക്കാൻ അതിന്റെ ഹിസ്റ്ററി. പക്ഷെ ഇത് ഞാൻ വിചാരിച്ചത് യുണൈറ്റഡ് നേഷൻസിന്റെ ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടതായിരിക്കും. പക്ഷെ അല്ല. കാരണം വെച്ചാൽ ഇവര് ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോ പെയിന്റ് അടിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഡാമേജ് വരാത്തൊരു ഹെറിറ്റേജ് സൈറ്റിലേക്ക് പെയിന്റ് അടിച്ച് അങ്ങനെ നവീകരിച്ചാൽ ഹെറിറ്റേജ് സൈറ്റിന്റെ ആ ഒരു പൈതൃകമായ സംഭവം എടുത്ത് ടൈറ്റിൽ മാറ്റുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസിന്. അങ്ങനെ അത് പിൽക്കാലത്ത് ആ ഒരു ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റി. സോ ഹെറിറ്റേജ് സൈറ്റ് അല്ലെങ്കിൽ കൂടിയും അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ബാട്ട് കേവ്സ്. പിന്നെ മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസും കൂടി ഉണ്ട്. പിന്നെ എന്താ പറയാ, അത്രയും വലിയ ആ ഒരു മോണമെന്റ് ഇല്ലേ, നിങ്ങൾ വിചാരിക്കണം അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ പിന്നാക്കില്ലേ, അത് മാത്രമാണ് ആ ഒരു അത്രയും വലിയ സ്ഥലം എന്ന് പറയുമ്പോൾ ഇറ്റ് അമേസസ് മീ. കാരണം അത്ര വലിയ നാച്ചുറൽ ആയിട്ട് അത്രയും ഡെപ്പോസിറ്റ് എത്ര കാലത്ത് എത്ര 1000 വർഷങ്ങളുടെ ഡെപ്പോസിറ്റ്സ് ആയിരിക്കില്ലേ പിന്നാക്കൊണ്ട് മാത്രം അത്രയും വലിയ ഒരു ഹിസ്റ്ററിക്കൽ സംഭവം ഉണ്ടാവും പറഞ്ഞാൽ. സോ എനിക്കറിയില്ല, ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് അമേസസ് മീ ലോട്ട്. അവിടെ എന്ന് പറയുമ്പോൾ നമ്മളെ കോലാലംപൂർ അല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ നിന്നും കോലാലംപൂർ സിറ്റിയിൽ നിന്നും ഒരുപാട് ദൂരെ നിൽക്കുന്ന സ്ഥലമാണ് ബാട്ട് കേവ്സ്. സോ ബാട്ട് കേവ്സ് കാണാൻ വേണ്ടി മാത്രം നമ്മൾ അത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇറ്റ്സ് വെരി വർത്ത് ഇറ്റ്. എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാണ് ആ സ്ഥലത്ത് പോയത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ബാട്ട് കേവ്സിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ആ സിറ്റിയിലേക്ക് പോണ വഴിക്ക് പുതിയ ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമ്മൾ സിറ്റി എത്തി. ഫൈനലി വി ആർ അബൌട്ട് ടു റീച്ച് ദ സിറ്റി. ലൈക്ക് കോലാലംപൂർ സിറ്റി നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ടായില്ല. സോ എത്തണ സമയമാകുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ് അവർക്ക് എത്തിയെന്നൊക്കെ. അങ്ങനെ ആ ഒരു കെട്ടിടങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുന്ന ഇങ്ങനെ കൂടിക്കൂടി വന്നു. സോ അതേപോലെ തന്നെ എന്റെ എക്സൈറ്റ്മെന്റ് കൂടിക്കൂടി വന്നു. അങ്ങനെ കോലാലംപൂർ സിറ്റി എത്തി. അതിന്റെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് ഞങ്ങളുടെ ഹോട്ടൽ കേട്ടോ. ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലിന് ഉള്ളിലൊരു ചെറിയ റൂം ടൂറൊക്കെ ഞാൻ എടുത്തു. അത്യാവശ്യം നല്ല സ്പേഷ്യസും വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു 4 മണിക്ക് ആയപ്പോൾ ഫുഡ് കഴിക്കണമല്ലോ, മെയിനായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്തുള്ള കടയിൽ ഇങ്ങനെ തപ്പി പരിചയമാണെന്നു, പക്ഷെ കിട്ടിയില്ല. ഒത്തിരി ലേറ്റ് ആയി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ജേർണി. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കൂല, അതാണ് ഏറ്റവും ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം. ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പ്ലോർ ചെയ്യണം. ആ സ്ഥലമൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തന്നു. അങ്ങനെ അവിടുന്ന് ചെറിയൊരു ചായയും കടി അങ്ങനെ എന്തൊക്കെ കഴിച്ചിട്ടോ. നമ്മുടെ 1 രൂപക്ക്, അതായത് ഇന്ത്യയിലെ 20 രൂപക്ക് അവിടെ ചായയും കടിയൊക്കെ കിട്ടും. അങ്ങനെ മലേഷ്യയിലെ 1 റിംഗിറ്റ് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ചായയും കടിയൊക്കെ കഴിച്ചു. പറഞ്ഞ പോലെ 4 മണിയായല്ലോ. അങ്ങനെ
പക്ഷെ മെയിനായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ല, അതിനെയും കഴിക്കണം. പിന്നെ നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞ് ഗൈഡ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് കയറി വേഗം ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി ഞങ്ങൾ വണ്ടി കയറി നേരെ നമ്മൾ പോകാൻ പോകുന്നത് ജലൻ അലോർ എന്ന് പറഞ്ഞൊരു ചൈന ടൗൺ പോലെ ഒരു ഷോപ്പിംഗ് ആൻഡ് ഫുഡിങ് സ്ട്രീറ്റിലേക്കാണ്. സോ അത് മലേഷ്യക്ക് പോണ മിക്ക ആൾക്കാരുടെ ഐറ്റിനറിയിലുള്ള സംഭവമാണ്. വൺ ഓഫ് ദ എസ്തെറ്റിക് ആണ് ജലൻ അലോർ എന്ന് പറയുന്നത്. ചൈനീസ് ആയിട്ടുള്ള ആൾക്കാർ പണ്ട് മലേഷ്യയിൽ വന്ന് തുടങ്ങിയ ഒരു സംഭവമാണ് ഈ ഒരു ചൈന ടൗൺ അല്ലെങ്കിൽ ജലൻ അലോർ പോലത്തെ ഒരു ഫുഡിങ് സ്ട്രീറ്റ്. അപ്പോൾ അവിടെ നല്ല തിരക്കായിരിക്കും, കാരണം ടൂറിസ്റ്റുകളൊക്കെ മിക്കവാറും ആൾക്കാർ അവിടെ നിന്നാണ് ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യണമെന്നില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫുഡും ഷോപ്പിങ്ങിനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. സോ മെയിനായിട്ട് ഷോപ്പിംഗ് ഫോക്കസ് ചെയ്യുന്നത് ആ സ്ഥലത്താണ് ഞങ്ങൾ. ഉച്ചയായിട്ടുള്ള ക്ലൈമറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബ്ലോഗില്. രാവിലെ വെയിലാണ്, ഉച്ചയായിട്ട് മഴയും, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. മൊത്തത്തിലൊക്കെ ഒരു സിറ്റി ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടമാവും. സോ അങ്ങനെ ഞങ്ങളെ ജാലനല്ലൂർ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ആദ്യം ട്രൈ ചെയ്യാൻ തോന്നിയത് നമ്മുടെ എന്താ പറയാ, അവിടുത്തെ മെയിൻ ആണ് ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മുടെ നാട്ടിലുണ്ട്, യെസ്, പക്ഷെ അവിടുത്തെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ട്രൈ ചെയ്യാന്നുള്ളത് നമ്മളൊരു കൺട്രി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. പക്ഷെ അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കാം. അങ്ങനെ ഞാൻ അവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മാംഗോ ആയിട്ട് പിന്നെ ബോബായി കൂടി മിക്സ് ആയിട്ട് ഒരു ഡ്രിങ്ക് ഇടാം. അത് നമ്മൾ മലേഷ്യാന്ന് അടിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റീൽസിലേക്ക് ഏറ്റവും സിഗ്നേച്ചർ ആയിട്ട് കണ്ടിട്ടുള്ള ഡ്രിങ്ക് ആണ്. സോ അത് ഞാൻ ഫസ്റ്റ് തന്നെ പോയി ട്രൈ ചെയ്തിട്ടോ. അത് ഏതാണ്ട് RM8, അതായത് അറൌണ്ട് 100 INR സംതിങ് ഉണ്ടാവുള്ളൂ. അത് ട്രൈ ചെയ്തു. ബോബ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ പോലെയല്ല, നല്ല സോഫ്റ്റ് ബോബയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഡ്രിങ്ക്. അത് പിന്നെ എനിക്ക് കുടിക്കണമെന്നുണ്ടായി. അത് ഇഫ് ഐ കുഡ് ട്രൈ വൺസ് മോർ ഞാൻ അതായിരിക്കും മേടിച്ച് കഴിക്കാം. പിന്നെ ഞങ്ങള് ഫ്രണ്ടിലേക്ക് നടന്നു പോയി. കുറേ ചൈനീസ് ആയിട്ടും ഫിലിപ്പീൻസ് ആയിട്ടും ജാപ്പനീസ് ആയിട്ടും അങ്ങനെ കുറേ ഏഷ്യൻസിനെയൊക്കെ ഒരുമിച്ച് കാണുന്ന ഒരു ഹബ് കൂടിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞാൻ നേരെ പോയത് ഒരു ഷുഗർ ക്യാൻഡി ഒക്കെ, അതായത് ഇങ്ങനെ സ്ട്രോബെറീസിന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചാൽ ഒരു കടയുണ്ട്. നല്ല രസം കാണാൻ തന്നെ എന്ത് കളർഫുൾ ആയിരുന്നു അറിയോ. അവിടുന്ന് ഞങ്ങൾ ഒരു സ്ട്രോബെറിയുടെ സംഭവം ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഏകദേശം ഇത്ര തന്നെ സെയിം റേറ്റ് തന്നെ ഉണ്ടായുള്ളൂ. പിന്നെ നമ്മൾ ഓരോ കൂട്ടുകാരും ഓരോന്ന് മേടിക്കും, അത് അങ്ങനെ ഇങ്ങോട്ട് ട്രൈ ചെയ്യും. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ട്രൈ ചെയ്യല് മെയിനായിട്ട് നമ്മുടെ സംഭവമൊക്കെ. ഫോട്ടോ എടുക്കുക, വ്ളോഗ് എടുക്കുക. പക്ഷെ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടുള്ള വ്ളോഗ് എനിക്ക് അപ്പെടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊന്ന് അന്ന് ഞാൻ ആ ഒരു ഇതിലേക്കല്ല. പക്ഷെ ഇനി ഇൻഷാല്ലാ ഞാനൊരു വേൾഡ് ട്രിപ്പ് പോവാണെങ്കിൽ ഷുവറായിട്ട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഒരു വ്ളോഗിനെ ലൈവായിട്ട് എടുക്കുന്നതായിരിക്കും. പക്ഷെ അപ്പൊ ഞാൻ കുറെ ബാക്ക് ക്യാമറയിലാണ് എടുത്തതെല്ലാം. അതൊക്കെയാണ് നിങ്ങളിപ്പോ സൈഡിൽ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എടുക്കുമ്പോൾ കുറെ ടൈം ലാഭിക്കുക. കാരണം എല്ലാ ഫുട്ടേജസും കൂടി ഒരുമിച്ച് കമ്പയർ ചെയ്തൊരു വ്ളോഗാക്കി അങ്ങനെ ഇട്ടാൽ മതി, വലിയ പണിയൊന്നുമില്ല. പക്ഷെ ഇതാവുമ്പെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ഞാൻ പറയണ വീഡിയോ വേണം, അത് പിന്നെ ഫുട്ടേജസിലേക്ക് ആഡ് ചെയ്യണം, ബ്ലെൻഡ് ചെയ്യണം, കുറെ പണിയാണ്. ശരിക്കും പറഞ്ഞാൽ ലൈവായിട്ട് വീഡിയോ എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം ആസ് എ യൂട്യൂബർ. നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിൽ കരുതുന്ന ഒരു കാര്യം, ഒരു എന്താ പറയുക, സോവനിയർ ട്രൈ മേടിക്കണം എന്നാണ്. അപ്പൊ ഞാനിത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സോവനിയർ മേടിക്കും, ആദ്യമായിട്ട് ഞാൻ മേടിക്കാൻ പോകുമ്പോൾ ഏറ്റവും അടിപൊളിയായിരിക്കണം. കാരണം എന്നെ സംബന്ധിച്ച് അതിങ്ങനെ എന്റെ വീട്ടിൽ ഫ്രിഡ്ജ് കൊണ്ടുവന്ന് ഒട്ടിച്ച് വെക്കുമ്പോൾ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്, നമ്മളിങ്ങനെ മുമ്പിൽ കാണുന്ന ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ്. സോ ഞാനിങ്ങനെ എല്ലാ സോവനിയേഴ്സും കാണുമ്പോൾ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരില്ല. മലേഷ്യയുടെ ആ ഒരു ട്രൂ എസെൻസ് തോന്നണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കടകൾ മാറി 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 ഞാൻ പോയിട്ട് തുർക്കി സ്ട്രീറ്റിന്റെ അവിടെ ആയിട്ട് ഒരു കട കണ്ടു. അതെന്നാന്ന് വെച്ചാൽ ഞാൻ ഫുഡ് കഴിക്കണമല്ലോ. മെയിനായിട്ട് അവിടെ ചൈനീസ് സ്ട്രീറ്റിന്റെ ഒപ്പം തന്നെ തുർക്കിഷ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് തുർക്കിഷിന്റെ കടകൾ മാത്രം. പിന്നെ തുർക്കിഷിന്റെ എന്ന് പറഞ്ഞാൽ ഫുഡ് നിങ്ങൾക്ക് അറിയാലോ, അടിപൊളി ഫുഡായിരിക്കും. സോ അതാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പൊ അവിടെ ചിലപ്പോൾ ഒരു തുർക്കിയിലെ ഡ്രസ്സ് കിട്ടിയ ഒരാളിങ്ങനെ മെനു ഒക്കെ പിടിച്ച് നിൽക്കണം. അപ്പൊ അയാളിങ്ങനെ ഞങ്ങളോട് എന്താ കഴിക്കാൻ വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ ആള് കൺഫ്യൂസ്ഡ് ആണ്. കാരണം നമുക്ക് അറിയാവുന്ന നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും പേരൊക്കെ കാണുമ്പോൾ ഞങ്ങളോട് കിട്ടും, മനസ്സിലാവത്തില്ലൊന്നും. സോ ഞങ്ങൾ എന്തോ പറഞ്ഞാൽ പറഞ്ഞ്, പക്ഷെ കാണാൻ നല്ല അടിപൊളി സാധനമായിരുന്നു. പിന്നെ ആ തുർക്കിഷ് റെസ്റ്റോറന്റിൽ ലൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ലൈറ്റിംഗ് ആയിക്കോട്ടെ, ആ ഒരു മൊത്തത്തിൽ സോങ്ങും ഒക്കെ ആയിട്ടൊരു വല്ലാത്ത ഫീലായിരുന്നു, ഒരു അറേബ്യൻ നൈറ്റ്സ് ഫീലായിരുന്നു അതിൻ്റെ ഉള്ളിൽ. സോ അവിടെ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു സ്റ്റേഷനറി കട ഞാൻ കണ്ടു കേട്ടോ. അപ്പൊ ഞാൻ ആ ഓർഡർ ചെയ്ത് തുർക്കിഷ് റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റേഷനറി കടയിൽ പോയിട്ട് സോനിയർ നോക്കുന്നത്. അവിടെ ചെറുപ്പം അടിപൊളി സാധനം കിട്ടി, ഞാൻ കാണിച്ചു തരാം. ആ സോനിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്വിൻ ടവേഴ്സിലെ നമ്മളിനി കാണാൻ പോണുള്ളൂ. ട്വിൻ ടവേഴ്സും നമ്മുടെ മലേഷ്യൻ ഫ്ലാഗും എല്ലാം കൂടി പെർഫെക്റ്റ് ആയിട്ട് ഒരു മലേഷ്യനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സോനിയർ കിട്ടി. അതും RM8 തന്നെയായിരുന്നു വില, ഏകദേശം 100 സംതിങ് INR. തിരിച്ചു വന്നപ്പോഴേക്കും നമ്മൾ തുർക്കിഷ് റെസ്റ്റോറന്റ് ഫുഡൊക്കെ ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചു. ഫുഡ് അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ട്. ആസ് എക്സ്പെക്റ്റഡ് തുർക്കിഷ് ഫുഡ് എപ്പോഴും നമുക്ക് ഗോ ടു ഐറ്റം ആണ്. എവിടെ ചെന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. കാരണം ഷുവറാണ് ഇത് നല്ല ടേസ്റ്റി ആയിരിക്കുന്നത്.
അങ്ങനെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വൈകിട്ട് ഞങ്ങള് പിന്നെ ഓടിക്കതച്ച് ഞങ്ങൾ തിരിച്ച് അലോർ സ്ട്രീറ്റ് ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞ് നമ്മള് മെയിൻ ഗൈഡ് നിൽക്കുന്ന സ്ഥലത്ത് എത്തി. പിന്നെ അവിടുത്തെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഗൈഡൊക്കെ എന്ന് പറഞ്ഞാൽ 5 മണി കഴിഞ്ഞാൽ പിന്നെ അവർ വർക്ക് ചെയ്തില്ല. കാരണം അവർക്ക് പിന്നോട് ഫാമിലി ടൈമാണ്. അപ്പൊ നമ്മളായിട്ട് വൈകിച്ചാൽ പിന്നെ അവർക്ക് അത്യാവശ്യം ഒരു അതുവരെ സ്വീറ്റ് ആയിരിക്കും, പിന്നെ അവർ ഇത്തിരി ഒന്ന് ബിറ്റർ ആവും. സോ അത് നിങ്ങൾ മുമ്പ് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ 5 മണി വരെയാണ് ഗൈഡ് നിൽക്കുള്ളൂ. പിന്നെയും കുറച്ച് കൺസിഡർ ചെയ്ത് അവർ നിൽക്കും. പക്ഷെ ഒരു രാത്രിയായ പിന്നെ അവർക്ക് മടിയാണ്. അവര് ഞങ്ങളുടെ ഫാമിലി ടൈമാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആകെ പണി കിട്ടും. സോ ഗൈഡിനെ ഒക്കെ വിളിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഐറ്റിനറി ഡിസൈൻ ചെയ്യാം. പിന്നെ ഞങ്ങൾ നേരെ പോണത് നമ്മുടെ കാത്തിരുന്ന മൊമെന്റ് കേട്ടോ, ട്വിൻ ടവർ കാണാൻ വേണ്ടി. സോ അത് എന്റെ ചൈൽഡ്ഹുഡ് ഉള്ള ഡ്രീമാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞിലെ GK ടെക്സ്റ്റ് ബുക്കിലെ ട്വിൻ ടവറിനെ പറ്റിയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൈ സ്ക്രേപ്പേഴ്സിനോ അല്ലെങ്കിൽ ബിൽഡിങ്സിനോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിലെ GK ടെക്സ്റ്റിൽ ഞാൻ ട്വിൻ ടവർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നേരിട്ട് മേ ബി ബുർജ് ഖലീഫിനെക്കാട്ടും എനിക്ക് എക്സൈറ്റ്മെന്റ് തോന്നിയത് മലേഷ്യയിലെ ട്വിൻ ടവറിന്റെ ഫോട്ടോ കണ്ടപ്പോൾ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു കുഞ്ഞി ഫോട്ടോ ഞാൻ കണ്ട്. സോ അത് നേരിട്ട് എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ കുഞ്ഞിലെ കുറെ ആഗ്രഹിച്ചാണ്. സോ ആ ഒരു മൊമെന്റിൽ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ഇന്നർ ചൈൽഡ് കണ്ടിട്ട് കയറി ഇറങ്ങി തുള്ളണ പോലെ എനിക്ക് തോന്നാറുണ്ട്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട്. സോ അവിടേക്ക് ഞങ്ങള് അധികം ദൂരം ഉണ്ടായിരുന്നില്ല ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തുന്നത്. അങ്ങനെ അവിടെ ഒരു രാത്രി ഒരു 8 മണിയായി കാണും അവിടെ എത്തിയപ്പോ. പിന്നെ അവിടെ ഒരു 10 മിനിറ്റ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. കാറിൽ നിന്ന് ഞങ്ങളിങ്ങനെ ട്വിൻ ടവർ കാണുമ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ, ഓക്കെ ആ ഒരു മൊമെന്റ് എത്തി, ദിസ് ഈസ് ദ മൊമെന്റ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങള് അവിടെ എത്തി, ട്വിൻ ടവർ കണ്ടു. മൊത്തത്തിൽ നമ്മൾ അടുത്തെത്തുമ്പോൾ ഇങ്ങനെ നോക്കണ ഒരു ഫീലാണ് കേട്ടോ. അത്ര ഹൈറ്റും ആണ്. പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ പകല് കാണുമ്പോൾ ഒരു സ്റ്റീലായിട്ടുള്ള ഒരു സംഭവമാണ് അതിന്റെ ആ ഒരു മൊത്തത്തിലൊരു ഗെറ്റപ്പ് ആ ഒരു ബിൽഡിങ്ങിന്റെ. അത് നല്ല തിളക്കായിരിക്കും പകലിന് ഞാൻ കെട്ടേണ്ടത്. പക്ഷെ രാത്രി ഫുള്ള് ലൈറ്റ് ഒക്കെ ആയിട്ട് ഒരു സ്റ്റെല്ലാർ എക്സ്പീരിയൻസ് ആണ് അത് കാണാൻ. ഒത്തിരി രസമാണെന്ന് അറിയാം കാണാൻ. അത് എന്താ പറയാ, അവിടെ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ അതിങ്ങനെ കണ്ട് നിന്ന് കുറെ നേരം നമ്മൾ നോക്കി നിന്ന് പോകും. അത്ര ഭംഗിയാണ് കാണാൻ. അപ്പൊ ഞാൻ ഇത്ര പറയണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നേരിട്ട് എന്ത് രസമായിരിക്കും. അപ്പൊ അതൊക്കെ പോയി കാണാം. നമ്മുടെ വീട്ടിലേക്ക് ഇരുന്ന് ഇങ്ങനെ റൂമിൽ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരുന്ന നമ്മളിതൊന്നും കാണാൻ പോണില്ല. പക്ഷെ ഇതൊക്കെ കാണലാണ് ശരിക്കും ലൈഫ്. നമ്മള് 8 hours വർക്ക് ചെയ്ത് ബാക്കി 8 hours വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ച് ഫോൺ സ്ക്രോൾ ചെയ്ത് എത്ര നാൾ അങ്ങനെ നിൽക്കും. അപ്പൊ ഇടയ്ക്ക് ഞാൻ ലോങ് ലീവ് എടുത്തിട്ട് പൈസയൊക്കെ എന്തിനാ ഫുഡ് അടിച്ച് തീർക്കാണ്ട് കൂട്ടി വെച്ച് ഇങ്ങനെ പോവാം. അതാണ് മെയിൻ. ഞാനിത് എന്നോടുകൂടി പറയണം കേട്ടോ. എനിക്കും ഒരാളെ പോയത് കരുതി ഇനി പോവാതിരിക്കുക എന്നുള്ള ഇതിലേക്ക് പോകരുത്. ഇനിയും പോണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോടും കൂടി പറയാം, ഇനിയും പോണം, നിങ്ങളും പോണം. സോ കോലാലംപൂർ മൊമെന്റ് എത്തിയപ്പോൾ എനിക്ക് എന്താ പറയാ, ട്വിൻ ടവർ മൊമെന്റ് എത്തിയപ്പോൾ എനിക്ക് ഇതാണ് ഓർമ്മ വന്നത്. ഇനി ഇതേപോലെ പോയി കാണണം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ദിസ് ഈസ് വാട്ട് വി ലിവ് ഫോർ അല്ലെ. നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് അതിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റുകയെന്നുള്ളൊരു ഭാഗ്യം തന്നെയാണത്. അതാ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. സോ അത് കണ്ടു കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ അവിടെ കുറെ തമിഴിയൻസ് ഇന്ത്യന്ന് വന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ കുറെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഹോട്ടലിൽ കയറിയിട്ടൊരു സൗത്ത് ഇന്ത്യൻ ബിരിയാണിയാണ് കഴിച്ചത്. എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ ഞാൻ ചെന്നൈയിലായിരുന്നപ്പോഴേ അവിടെ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആ ഒരു വൈബാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ കടയിൽ കയറിയിട്ട് കഴിച്ചപ്പോൾ. അങ്ങനെ ആ കടയിൽ കയറിയിട്ട് നല്ലൊരു ബിരിയാണി തട്ടി കയറുമ്പോൾ നല്ല സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ നേരെ കിടക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോയി. എന്നിട്ട് കിടന്നുറങ്ങിയോന്ന് വെച്ചാൽ ഇല്ല. ഞങ്ങൾ കിട്ടിയ പുതിയ കൂട്ടുകാരൊക്കെയായിട്ട് കുറെ സംസാരിച്ച് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ ലൈഫ് സ്റ്റോറി ഒക്കെ കേട്ട് രസമാണ്. പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോൾ നമ്മൾ തലേന്ന് വരെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാരായിരുന്നു. ഇവരൊക്കെ തലേന്ന് വരെ എവിടെയായിരുന്നു പോലും അറിയാത്തവരായിരുന്നു. ഇപ്പൊ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോ എന്താ നമ്മളെ പരിചയപ്പെടാണ് പുതിയ ആൾക്കാരെ ട്രാവൽ ചെയ്യുമ്പോൾ. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ ട്രാവൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തില് സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല ആ ഒരു ജേർണി തന്നെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ അതൊക്കെ ഇറ്റ് മേക്സ് മീ discover myself and know who I am, like what I am in a very authentic way. കുറച്ച് ഇംഗ്ലീഷ് കൂടി പോയി അങ്ങനെ ഇതൊക്കെയാണ് മെയിനായിട്ട് കോലാലംപൂർ ആ ഒരു 1 day ടൂറിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഒരു ദിവസം കൊണ്ട് മാക്സിമം ഒരാൾക്ക് കാണാവുന്നതിന്റെ അപ്പുറം ഞങ്ങളുടെ ഐറ്റിനറി വെച്ച് നമുക്ക് കാണാൻ പറ്റി. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും പോവാണെങ്കിൽ കോലാലംപൂർ 2-3 സ്ഥലം കണ്ടിട്ട് ആ ഒരു ഡേ റിലാക്സ് ചെയ്ത് പയ്യായിരിക്കും പോവാം. പക്ഷെ ഞങ്ങൾ രാവിലെ 6 മണിക്ക് അവിടെ എത്തിയിട്ട് ഇത്രയും സ്ഥലങ്ങൾ കണ്ടു, സ്പെൻഡ് ചെയ്തു, ഷോപ്പിംഗ് ചെയ്തു. മൊത്തത്തിൽ ആ ഒരു സിറ്റി എന്താ നമുക്ക് കാണാൻ പറ്റി. സോ 1 day ആയിട്ട് നിങ്ങൾക്ക് പോവാണെങ്കിൽ ഈ ഒരു റൂട്ട് മാപ്പിലൂടെ പോയാൽ നിങ്ങൾക്ക് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കോലാലംപൂർ നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഗൈസ്.
I proved it now. So ഇതൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ മലേഷ്യൻ ട്രിപ്പിൽ പറയാനുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ബാലി ട്രിപ്പിനെ പറ്റിയായിരിക്കും. അത് എനിക്ക് എക്സ്റ്റെൻസീവ് ആയിട്ട് ഡേ 2 ആയിട്ട് പറയണം. കാരണം എന്താ വെച്ചാൽ 7 ദിവസം 1-2 ദിവസം 7, 8 ദിവസം എന്നൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. സോ അത് കുറെ ഉണ്ടാവട്ടോ പറയാൻ. ഐ എം ഗോയിങ് ടു fill you with all my experiences in Bali, and Bali was one of the favorite chapter in my life so far. So inshallah next vlog നമുക്ക് കാണാം. അതുവരേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ എം ഓൾവേസ് ദെയർ ഇൻ മൈ യൂട്യൂബ് റിപ്ലൈങ് ടു യുവർ കമന്റ്സ്. സോ നിങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. പിന്നെ നെക്സ്റ്റ് വ്ലോഗില് നമ്മള് മലേഷ്യയിൽ നിന്ന് ബാലിയിലേക്ക് പോണതും പിന്നെ ബാലിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കരുതണം, അതേപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ മലേഷ്യ ടു ബാലി ഞാൻ ആ ഒരു ട്രാവൽ ചെയ്ത ട്രാൻസിഷൻ എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ കേരളത്തിൽ നിന്ന് ബാലി പോകണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു ജനറൽ ഐഡിയ ഞാൻ തരാട്ടോ. സോ ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഐ ഗോട്ട് യു. See you in my next vlog. Bye.